ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഓം ശ്രീമദ് നാരായണീയത്തിലേക്ക് ഏവർക്കും സ്വാഗതം. 39-ാം ദശകത്തിലെ 8-ാം ശ്ലോകത്തെ കാണാം. തത പശുഭമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയാ പ്രസൂതി ശയനേശയേ രുവതി കിഞ്ചിദഞ്ജത്പദേ വിബുദ്ധ്യ വനിതാജനൈ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഓരോ വാക്കുകളിലേക്കും അർത്ഥതലങ്ങളിലേക്കും ആദ്യം ശ്രദ്ധ ചെയ്യാം. തഥ അനന്തരം യശോദയ്ക്ക് പുത്രനുണ്ടായതിനു ശേഷം മുകുന്ദ മുക്തി നൽകുന്ന അല്ലയോ ഗുരുവായൂരപ്പ, ത്വയി അവിടുന്ന് പശുപമന്ദിരേ നന്ദപ്രിയ പ്രസൂതി ശയനാശയെ നന്ദഗോപഗൃഹത്തിൽ നന്ദഗോപ പത്നിയായ യശോദയുടെ പ്രസവശയ്യയിൽ കിടന്ന് കിഞ്ചിത് അഞ്ജിത്പതേ രുദതി ചെറുതായി ഇളകുന്ന കാലുകളോടുകൂടി അങ്ങ് കരയുന്ന അവസരത്തിൽ വനിതാജനേ വിബുദ്ധ്യ സ്ത്രീകളാൽ ഉണർന്നിട്ട് തനേ സംഭവേ ഘോഷിതേ മുദാ സകലം ഗോകുലം ആകുലം. പുത്രജനനം ഉറക്കെ പറയപ്പെട്ടപ്പോൾ സന്തോഷം കൊണ്ട് മുഴുവൻ ഗോകുലവും ഇളകിവശായി. ആശ്ചര്യം കിമു വദാമി, ആശ്ചര്യമെന്നല്ലാതെ ഞാൻ മറ്റെന്തു പറയാനാണ്. അനന്തരം നന്ദഗോകുലത്തിൽ, അതായത് അമ്പാടിയിലുണ്ടായ സന്തോഷത്തെ, ഉത്സവാഘോഷത്തെ കവി വർണ്ണിക്കുകയാണ്. അമ്പാടിയിലും മധുരയിലും നടന്ന സംഭവങ്ങൾ ഒന്നും ആരും അറിഞ്ഞില്ല. ആരും അറിയാതെ തന്നെ ഭഗവാൻ മായ കൊണ്ട് എല്ലാം നടന്നു. വസുദേവൻ ശ്രീകൃഷ്ണനെ യശോദയുടെ പ്രസവശയ്യയിൽ കിടത്തി. യശോദയുടെ പെൺകുഞ്ഞിനെയും കൊണ്ട് മടങ്ങി മധുരയിൽ എത്തിക്കഴിഞ്ഞതിന് ശേഷമാണ് മധുരയിലും ഗോകുലത്തിലും ആളുകളെല്ലാം ഉണരുന്നത്. അതും കുട്ടികളുടെ കരച്ചിൽ കേട്ട്. ഗോകുലത്തിൽ യശോദയുടെ പ്രസവശയ്യയിൽ കിടന്നുകൊണ്ട് ഇന്ദ്രവടി അതിമനോഹരങ്ങളായ പാതാരവിന്ദങ്ങളെ അല്പമൊന്നിളക്കി പതുക്കെ കരഞ്ഞു തുടങ്ങി. കുഞ്ഞിൻ്റെ കരച്ചിൽ കേട്ട് ഗോകുലത്തിലെ ഗോപന്മാരും ഗോപസ്ത്രീകളും ആഹ്ലാദ പ്രകടനം നടത്തി. ആളുകളെല്ലാം ആർപ്പും കുരവയും വാദ്യമേളങ്ങളും മുഴക്കി തുടങ്ങി. കുട്ടികളും പുരുഷന്മാരും സ്ത്രീകളും ഭൃത്യന്മാരും എല്ലാം ഉണർന്ന് ഉച്ചത്തിൽ അട്ടഹസിച്ചു. ആനന്ദാതിരേകം കൊണ്ട് ആ ഗോകുലം മുഴുവൻ ശബ്ദായമാനമായി ചമഞ്ഞു. നന്ദഗോപഗൃഹത്തിനുള്ളിൽ നിന്നും പുറത്തും പരിസരങ്ങളിലും പിന്നെ ഗോകുല ഭവനങ്ങളിലുമെല്ലാം വാർത്ത ചെന്നെത്തി. ജനങ്ങൾ മുഴുവൻ സന്തോഷിക്കാൻ കാരണം നന്ദഗോപനും യശോദാദേവിയും വിവാഹം കഴിഞ്ഞിട്ട് വളരെ കാലങ്ങളായിരുന്നു. പക്ഷേ ഇതുവരെ ഒരു സന്താന സൗഭാഗ്യം ഉണ്ടായിരുന്നില്ല. വളരെ കാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് ഒരു കുഞ്ഞ് ജനിച്ചിരിക്കുന്നത്. ഒരാൺകുഞ്ഞുണ്ടായിരിക്കുന്നു എന്നാണ് എല്ലാവരും കേട്ടത്. പക്ഷെ ശരിക്കും യശോദയ്ക്ക് ജനിച്ചത് പെൺകുട്ടിയായിരുന്നുവല്ലോ. അതായത് വസുദേവരുടെ വരവും കുട്ടിയെ മാറ്റിയ കാര്യവുമൊന്നും തന്നെ ആരും അറിഞ്ഞില്ല എന്ന് താല്പര്യം. യശോദ പ്രസവിച്ചു അതിസുന്ദരനായ ഒരാൺകുഞ്ഞ് എന്ന് കേട്ടപ്പോൾ അവിടെ ഉണ്ടായ ആഹ്ലാദമാണ് അവതാര മഹോത്സവം. ശ്രീകൃഷ്ണ ജനനം കഴിഞ്ഞ് 5000 വർഷം പിന്നിട്ടു എങ്കിലും ഇന്നും നമ്മൾ ഭാരതത്തിലും പുറത്തും എല്ലാം തന്നെ അതിഗംഭീരമായി ശ്രീകൃഷ്ണ ജയന്തി ആഘോഷിച്ചു വരുന്നു. അപ്പോൾ ആ ഗോകുലത്തിലുണ്ടായ ആനന്ദാനുഭവത്തെ, ആഹ്ലാദ പ്രകടനത്തെ എങ്ങനെ വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാനാകും? ഗോകുലം മുഴുവൻ ആഹ്ലാദം കൊണ്ട് ഇളകി മറഞ്ഞു. അതാണ് ഭട്ടതിരിപ്പാട് സകല ഗോകുലം ആകുലം എന്ന പദപ്രയോഗത്തിലൂടെ ആ ഭംഗിയെ വർണ്ണിച്ചത്. ഗോകുലത്തിൽ ആരാണ് ജനിച്ചിരിക്കുന്നത്? സാക്ഷാൽ മോക്ഷപ്രദനായ മുകുന്ദനല്ലേ. ശംഭു, സ്വയംഭു മുതലായ ദേവന്മാർ അനേകം പേരുണ്ടെങ്കിലും ഭക്തന്മാർക്ക് മോക്ഷം നൽകുന്നതിന് അങ്ങേക്ക് മാത്രമേ ശക്തിയും അധികാരവുമുള്ളൂ. എന്തെന്നാൽ നിന്തിരുവഴി സാക്ഷാൽ പരമാത്മസ്വരൂപം തന്നെയല്ലേ.
കൃഷ്ണാവതാരം കഴിഞ്ഞതോടെ ഗോകുലം മറ്റൊരു വൈകുണ്ഠമായി തീർന്നു. കാരണം മഹാവിഷ്ണു എവിടെയുണ്ടോ അതാണ് വൈകുണ്ഠം. ഇവിടെ പരിപൂർണതമനായ ഭഗവാനാണ് അവതരിച്ചിരിക്കുന്നത്. ആനന്ദരൂപ ഭഗവാൻ ഐതേ അവതാരേ എന്ന് പറഞ്ഞതുപോലെ ആനന്ദസ്വരൂപന്റെ അവതാരം കഴിഞ്ഞതോടെ അമ്പാടി മുഴുവനും സന്തോഷം കൊണ്ട് നിറഞ്ഞു. എപ്രകാരമാണോ സാക്ഷാത് ഗുരുവായൂരപ്പൻ്റെ സാന്നിധ്യം കൊണ്ട് ഗുരുവായൂർ മറ്റൊരു വൈകുണ്ഠമായി മാറിയതുപോലെ ഇപ്പോൾ ഗോകുലത്തിലും എവിടെയും ആഹ്ലാദ പ്രകടനങ്ങളും തന്മൂലമുള്ള ശബ്ദങ്ങളും വ്യാപിച്ചു. വൈകുണ്ഠം എന്നാൽ കുണ്ഠതയില്ലാത്ത സ്ഥലം, ഭഗവത് പ്രാപ്തിക്ക് തടസ്സമില്ലാത്ത സ്ഥലം, സന്തോഷം നിറഞ്ഞ സ്ഥലം. ഗോകുലം ഇപ്പോൾ ഒരു വൈകുണ്ഠമായി മാറി. ഇത്രയും ആനന്ദം തിരതല്ലി കരകവിഞ്ഞ് ഒഴുകി വരുന്ന ഒരു സന്ദർഭം ലോകത്തിൽ മറ്റെവിടെയെങ്കിലും ഉണ്ടാകുമോ? അതിനാൽ കവി പറയുന്നു, മുതാ സകല ഗോകുലം ആകുലമെന്ന്. സന്തോഷം കൊണ്ട് ഗോകുലത്തിലെ ആളുകൾ മുഴുവൻ ഇളകി മറിഞ്ഞത് ആശ്ചര്യം തന്നെ, സാക്ഷാൽ വൈകുണ്ഠം തന്നെ. ആ ആനന്ദത്തെ എങ്ങനെ വർണ്ണിക്കാനാകും എന്ന് കവി ഇവിടെ ആശങ്കപ്പെടുന്നു. ബാലവൃദ്ധം ഗോകുലത്തിലുള്ളവരെല്ലാം ആനന്ദസാഗരത്തിൽ മുഴുകി ഇതി കർത്തവ്യാമൂഢരായി തീർന്നു എന്ന് താല്പര്യം. ഗോ എന്ന വാക്കിന് ഇന്ദ്രിയങ്ങൾ എന്നൊരർത്ഥമുണ്ട്. ഗോകുലം എന്നാൽ ഇന്ദ്രിയങ്ങളുടെ ആവാസസ്ഥാനമായ മനസ്സ് അഥവാ ഹൃദയം എന്നർത്ഥം. ആ ഹൃദയത്തിൽ എപ്പോഴാണോ കൃഷ്ണാവതാരം ഉണ്ടാകുക അപ്പോൾ ആനന്ദം മാത്രമേ അവിടെ ഉണ്ടാകൂ. യശോദയ്ക്ക് ഉണ്ണി പിറന്നു എന്ന വാർത്ത ഗോകുലത്തിൽ പരന്നതോടെ ആ ഉണ്ണിയെ കാണുവാനായി ഗോപികമാർ ഓടിയെത്തി തുടങ്ങി. അവർ ഉത്സവോചിതങ്ങളായ വിശേഷ വസ്ത്രങ്ങൾ ധരിച്ച് കണ്ണെഴുതി തിലകം ചാർത്തി ആഭരണങ്ങളെല്ലാം അണിഞ്ഞ് മംഗലപദാർത്ഥങ്ങളുമെല്ലാം എടുത്ത് ശരീരമെല്ലാം കുലുക്കിക്കൊണ്ട് ദ്രുതഗതിയിൽ പുറപ്പെട്ടു. ബദ്ധപ്പാടുകൊണ്ട് അവരുടെ കേശഭാരമഴിഞ്ഞ് ചൂടിയിരുന്ന പുഷ്പമാല്യങ്ങൾ വഴിനീളെ ഉതിർന്നു വീണ് പുഷ്പവൃഷ്ടിയുടെ പ്രതീതിയുളവാക്കി. അത് കണ്ടാൽ ഇപ്രകാരം ഒരു കൗതുകം തോന്നും, ഇനി ഈ കണ്ണൻ നമ്മുടെ വീട്ടിലെല്ലാം ഓടി നടന്ന് കളിക്കുവാൻ വരില്ലേ? അതിനാൽ നേരത്തെ വഴിനീളെ പുഷ്പവൃഷ്ടി ചെയ്ത് തയ്യാറാക്കിയതാണോ എന്ന് തോന്നും. ആടുന്ന രത്നകുണ്ടലങ്ങളോടും വെട്ടിത്തിളങ്ങുന്ന പതക്കങ്ങളോടും മുത്തുമാലകളോടും വളകളോടും കൂടി അപൂർവ ശോഭയോടുകൂടി വരിവരിയായി അവർ നടന്നു വരുന്ന കാഴ്ച അതിരമണീയമായിരുന്നു. പതുക്കെ കാലുകുടഞ്ഞ് കാണിച്ചുകൊണ്ടാണ് കുഞ്ഞ് കരയുന്നത്. എല്ലാവരും എന്നിലേക്ക് ശ്രദ്ധ വച്ചോളൂ, എൻ്റെ പാദത്തെ ആശ്രയിച്ചോളൂ എന്ന് പറയുന്ന മട്ടിൽ. രുവതി കിഞ്ചിത് അഞ്ചത് പതേയും. മുകുന്ദനല്ലേ, മോക്ഷപ്രദനല്ലേ അവതരിച്ചിരിക്കുന്നത്? പദവചനം ശ്രേയ എന്ന് പറയുകയാണോ എന്ന് തോന്നും ആ കുഞ്ഞിക്കാൽ ഉയർത്തി കരയുന്നത് കാണുമ്പോൾ. സാധാരണ ഒരു കുഞ്ഞ് ജനിച്ചാൽ ആ വീട്ടിൽ മാത്രം എല്ലാവരും ആനന്ദിക്കും എന്നല്ലേ? ഇവിടെ ഗോകുലം മുഴുവൻ ആനന്ദിച്ചു. അതായത് സാധാരണ കുഞ്ഞല്ല ഗോകുലത്തിൽ പിറന്നിരിക്കുന്നത്, ആനന്ദസ്വരൂപൻ തന്നെയാണ്. ഭഗവാന്റെ കഥ കേൾക്കുമ്പോൾ തന്നെ മനസ്സിൽ ആനന്ദം നിറയും. നാമം ജപിച്ചാലോ മനസ്സ് ആനന്ദത്തിൽ നാമിയായി തന്നെ മാറും. എന്നിരിക്കെ ആനന്ദസ്വരൂപനായ ഭഗവാനെ നേരിട്ട് കാണുവാനിടയായാലോ ആ ആനന്ദാനുഭവത്തെ എങ്ങനെ വർണ്ണിക്കും? അഹോ ആശ്ചര്യം എന്ന് മാത്രമേ പറയാനാകൂ. ഒരിക്കൽ കൂടി ഈ ശ്ലോകത്തെ ജപം ചെയ്യാം. പശുഭമന്ദിരേ ത്വയി മുകുന്ദനന്ദപ്രിയ പ്രസൂതി ശയനേശയേ രുവതി കിഞ്ചിദഞ്ചിത് പദേ വിബുദ്ധ്യമനിതാ ജനൈ തനയ സംഭവേ ഘോഷിതേ മുദാ കിമു വദാമ്യഹോ സകലമാകുലം ഗോകുലം. ഓം തത്സത്. ഹരി ഓം.